നേരി കാണാൻ ഭയങ്കര ഗ്ലാമർ ആണല്ലോടാ. എല്ലാരും സുഖാണോ? ഓണൊക്കെ എടുത്തില്ലേ? അപ്പൊ നമുക്ക് എല്ലാരും ഡ്രസ്സൊക്കെ എടുത്തോ? അപ്പൊ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ചടങ്ങ് തുടങ്ങല്ലേ? ഞാൻ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു ഐഡിയ ഇല്ല. എല്ലായിടത്തും നമുക്ക് കയറി ഇറങ്ങി നോക്കാം. കിട്ടിയാ കിട്ടി, ഇല്ലേലില്ല. പിന്നെ എനിക്ക് കുറച്ച് വളമാല കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ലെറ്റ്സ് സീ. ഓക്കെ, ബൈ. അമ്മയെ പിക്ക് ചെയ്തു. അമ്മയുടെ ജോലി. സോ ഗൈസ്, ഞങ്ങൾ ആദ്യം തന്നെ സാരി സെക്ഷനിലാണ് പോയത്. പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് 2-3 സാരി ഇഷ്ടപ്പെട്ടു. അത് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം ഞങ്ങൾ എടുത്തു. ഇവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ 2-3 കടയിൽ കയറി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇരുട്ടിയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഈ ഷോപ്പിംഗ് അടുത്ത ദിവസത്തേക്ക് മാറ്റാമെന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വരുന്ന വഴിയിൽ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. വീട്ടിൽ വന്നു. ഇതൊക്കെ നമ്മുടെ കുറച്ച് പലചരക്ക് സാധനങ്ങളുണ്ടായിരുന്നു. ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഓണം പ്രിപ്പറേഷൻ ഓൺ ഗോയിങ്. അതൊക്കെ വാങ്ങി. ഇതെല്ലാം നമ്മൾ ഇടിച്ച് പറക്കണം, എല്ലാം അൺബോക്സ് ചെയ്യണം. പിന്നെ തുണി നമ്മൾ കുറച്ച് തുണി എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നാളെ എടുക്കാന്ന് വിചാരിച്ചു. ഇത്രയും തുണി എടുത്തിട്ടുണ്ട്. നിങ്ങള് ബാക്കിയൊക്കെ പിന്നെ കാണിച്ചു തരാം. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഗൈസ്, ഇവിടെ അൺബോക്സിംഗ് തുടങ്ങിയിരിക്കുന്നു. നമുക്ക് നോക്കാം എന്തൊക്കെയാ എടുക്കുന്നത്. മാറ്. അമ്മൂമ്മ എന്തൊക്കെയാ പറയുന്നത്? മാറിക്കേ. ഞാൻ ഇങ്ങോട്ട് നിൽക്കുക. പറ. അമ്മൂമ്മയുടെ സാരി ഇഷ്ടപ്പെട്ടു അമ്മൂമ്മക്ക്? ഏതാ അമ്മൂമ്മയുടെ സാരി? ഗൈസ്, ഈ സാരിയാണ് നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് ഈ വയലറ്റ് ആണ് എടുത്തത്. ഇത് അത്ര പോരാ, അങ്ങോട്ട് പിടിച്ചില്ല അമ്മൂമ്മക്ക്. പിന്നെ അമ്മയുടെ ചുരിദാർ. നമ്മുടെ ചുരിദാർ അമ്മേനെ കാണിക്കണം. അമ്മയുടെ ചുരിദാർ നമ്മൾ ഈ കളറാണ് എടുത്തത്. എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഷോർട്സ് എടുത്തു. പിന്നെ കുറച്ച് ഷാൾ എടുത്തു. പിന്നെ അമ്മൂമ്മയ്ക്ക് ഒരു പാന്റ് എടുത്തു ചുരിദാറിന്റെ കൂടെ ഇടാൻ. ചുരിദാറിലോട്ട് അപ്ഡേറ്റ് ആയി. പിന്നെ എനിക്കൊരു ടീഷർട്ട് എടുത്തു വീട്ടിൽ ഇടാൻ വേണ്ടി. ഇത്രയാണ് അൺബോക്സിങ് ഇപ്പൊ ഇവിടെ നടന്ന. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ടിപ്പിക്കൽ മമ്മിന്റെ ഫേവറേറ്റ് ചവിട്ടി, ഒരു ചവിട്ടി. ഇനി പിന്നെ ബാക്കി നാളെ നമ്മൾക്ക് എടുക്കാം. നാളെ. അപ്പൊ ബാക്കി നാളെ കാണാം. ബൈ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.